Kerala Blasters Sergio Castellനെ സൈൻ ചെയ്യരുത്. ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 5 താരങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങളും ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് അഴിച്ചുപണി സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാമെ പെപ്രയ്ക്ക് പകരം നമ്മൾ ആരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ മുൻ ജംഷേദ്പൂർ FC താരമായ സെർജിയോ കാസ്റ്റലുമായി നമ്മളൊരു ട്രാൻസ്ഫർ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള വാർത്തകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ I started thinking, ശരിക്കും ഈ ഒരു സെർജിയോ കാസ്റ്റൽ ആണോ ഒരു മികച്ച സൈനിങ്? കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബെറ്റർ പ്ലെയറിനെ നമുക്ക് സൈൻ ചെയ്യാനാവുമോ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ആലോചനയുടെ ഇടയ്ക്ക് ചില അവൈലബിൾ ആയ ഓപ്ഷൻസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. മുൻ ആർസണൽ താരം കാർലോസ് വെല, സ്കോട്ട്ലൻഡിലെ ഹാർട്സിന്റെ ക്യാപ്റ്റൻ ലോറൻസ് ഷാങ്ക്ലൻഡ്, യൂറോ 2024 അൽബേനിയക്ക് വേണ്ടി ഗോൾ അടിച്ച ജസീർ അസാനി, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോയി. ഇവരെല്ലാവരും ഫ്രീ ഏജന്റുകളാവാൻ പോവുകയാണെങ്കിലും 36 വയസ്സുള്ള കാർലോസ് വെല ഒരിക്കലും ഇവിടെ സെറ്റ് ആവില്ല. ഈ ഒരു പ്രായത്തിലും നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് വന്ന് ഇവിടുത്തെ കണ്ടീഷനിലേക്ക് അഡാപ്റ്റ് ആവാനുള്ള ആ ഒരു പ്രായമല്ല വെലയുടേത്. ഒരു സീസണിൽ 1-2 മൊമെന്റുകളൊക്കെ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് വെല. പക്ഷെ നമ്മുടെ ക്ലബിന്റെ ഈ ഒരു റീബിൽഡിംഗ് ഫേസിൽ ഇങ്ങനെ ഒരു സൈനിങ്ങിനെ കൊണ്ടുവരുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുപോലെ ലോറൻസ് ഷാങ്ക്ലൻഡ് ആണെങ്കിൽ ഏകദേശം മാർക്കറ്റ് വാല്യൂ 20 കോടി രൂപയാണ്. ആ ഒരു മാർക്കറ്റിലൊന്നും നമ്മുടെ ക്ലബ്ബ് എന്തായാലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഇനി ഏതെങ്കിലും ക്ലബ്ബ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലെയറിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ അത് വല്ല മോഹൻ ബഗാനോ മുംബൈ സിറ്റിയോ ഒക്കെ ആയിരിക്കും. വെറുതെ മുതല നീന്തുന്ന കുളത്തിൽ നമ്മൾ പരല് പിടിക്കാൻ പോകണ്ടല്ലോ. പിന്നീട് ഞാൻ പറഞ്ഞ ജസീർ അസാനി തീർച്ചയായിട്ടും ഒരു മികച്ച പ്ലെയർ ആണ്, നമ്മുടെ ക്ലബിനെ ഒരുപാട് സൂട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അസാനിക്കൊന്നും ഇന്ത്യയിലേക്ക് ഇപ്പൊ വരേണ്ട ഒരു ആവശ്യവുമില്ല. കൊറിയൻ ക്ലബ്ബായ ഗ്വാങ്ജു FCക്ക് വേണ്ടി AFC ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ സീസൺ കളിച്ച അസാനിക്ക് ഏഷ്യക്ക് പുറത്ത് യൂറോപ്പിലെ പല ലീഗുകളിലും ഇപ്പോഴും കളിക്കാനുള്ള ക്വാളിറ്റിയും അവസരങ്ങളും എന്തായാലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 5 താരങ്ങളിൽ ക്വാളിറ്റിയുള്ള ഫേമസ് ആയ ഒരു കളിക്കാരൻ പോലും ഇല്ല എന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട. അപ്പൊ പിന്നെ ഈ 5 താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഞാൻ എന്ത് ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്തതെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. പെപ്രയെ നമ്മൾ സൈൻ ചെയ്തപ്പോൾ വരുത്തിയ മിസ്റ്റേക്ക് വളരെ യങ് ആയ ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ അല്ലാത്ത പ്ലെയറിനെ ഈ ക്ലബിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആദ്യ സീസണിൽ ISLനോട് അഡാപ്റ്റ് ആവാൻ തന്നെ പെപ്ര ഒരുപാട് സമയമെടുത്തു. പിന്നീട് തനിക്ക് കിട്ടിയ ലിമിറ്റഡ് ആയിട്ടുള്ള അവസരങ്ങളിൽ കുറച്ച് മികച്ച പെർഫോമൻസുകൾ പുറത്തെടുത്തെങ്കിലും എപ്പോഴും ഒരു സീനിയർ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ഫോർവേഡിന്റെ ഷാഡോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ടാണ് ഇതുവരെ എല്ലാം പെപ്ര കളിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ഈ ലിസ്റ്റിൽ പരിചയപ്പെടുത്താൻ പോകുന്ന 5 താരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ ഇതുവരെ കളിച്ച ക്ലബ്ബുകളിലൊക്കെ അറ്റാക്കിൽ അവർ വളരെ ഇമ്പോർട്ടന്റ് ഘടകങ്ങളുമായിരുന്നു. പിന്നെ ഇവരെല്ലാവരും തന്നെ സെന്റർ ഫോർവേഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, റൈറ്റ് വിങ്ങർ, ലെഫ്റ്റ് വിങ്ങർ എന്നിങ്ങനെ ഫോർവേഡ് ലൈനിലെ ഒട്ടുമിക്ക പൊസിഷനും കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നോവയ്ക്കോ ലൂണയ്ക്കോ ഹിമനേസിനോ ആർക്ക് വേണമെങ്കിലും ഒരു ഡയറക്റ്റ് റിപ്ലേസ്മെന്റ് ആയിട്ട് ഇവരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 5ാമത്തെ പ്ലെയറിലേക്ക് കടക്കാം. പെപ്രയ്ക്ക് പകരക്കാരനാവാൻ കഴിവുള്ള ഈ ലിസ്റ്റിലെ ഒരേ ഒരു ആഫ്രിക്കൻ താരം പീറ്റർ ഷലുലീൽ. നമീബിയക്കാരനായ ഈ ഫോർവേഡ് സൗത്ത് ആഫ്രിക്കൻ ലീഗിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ആണ്. 2015 തൊട്ട് 2020 വരെ ഹൈലൻഡ്സ് പാർക്ക് എന്ന ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഈ താരം 2020 മാമലോഡി സൺഡൗൺസിൽ എത്തുന്നത്. സൗത്ത് ആഫ്രിക്കൻ ലീഗ് ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ അവിടെ 3 മേജർ ക്ലബ്ബുകളാണുള്ളത്: സൺഡൗൺസ്, കൈസർ ചീഫ്സ്, അതുപോലെ ഒർലാൻഡോ പൈററ്റ്സ്. ഇതിൽ ഈ പൈററ്റ്സിന് വേണ്ടിയാണ് പണ്ട് പെപ്ര സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചിട്ടുള്ളത്. 2020 ഹൈലൻഡ്സ് പാർക്ക് വിട്ടപ്പോ ഷലുലീലിനെ സൈൻ ചെയ്യാൻ ഈ 3 ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു. ഒടുവിൽ സൺഡൗൺസിൽ എത്തിയതിനു ശേഷം പിന്നീട് ഈ 31 വയസ്സുകാരൻ ചരിത്ര നേട്ടങ്ങളാണ് അവിടെ കൈവരിച്ചത്. അടുപ്പിച്ച് 4 ലീഗ് ടൈറ്റില്, 3 ഗോൾഡൻ ബൂട്ട്, 2023 ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ. ഇതൊന്നും പോരാണ്ട് 2021 വർഷത്തില് ആ കലണ്ടർ ഇയറിൽ 33 ഗോൾ അടിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ ലീഗിലെ ഒരു പ്ലെയറായി ഈ ഷലുലീൽ മാറി. സൗത്ത് ആഫ്രിക്കൻ ലീഗിൽ ഏറ്റവും വേഗതയിൽ 100 ഗോളുകൾ തികച്ച പ്ലെയറും ഒരു ക്ലബിന് വേണ്ടി തന്നെ 100-ലധികം ഗോൾ അടിക്കുന്ന 2ാമത്തെ പ്ലെയറും ഷലുലീലാണ്. അടുത്ത മാസം അമേരിക്കയിൽ നടക്കുന്ന ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാൻ പോകുന്ന ഏകദേശം 12.8 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഒരു താരത്തിനെ നമുക്ക് സൈൻ ചെയ്യാനാവുകയാണെങ്കിൽ
അതൊരു ഒന്നൊന്നര സൈനിങ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും, ഇങ്ങനെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ഇത്ര മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലെയറിനെ നമ്മൾ എങ്ങനെ സൈൻ ചെയ്യുമെന്ന്. ഷലുലീലിനെ നമുക്ക് സൈൻ ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പുള്ളിക്കിനി സൗത്ത് ആഫ്രിക്കൻ ഫുട്ബോളിൽ അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല. രണ്ട്, സൺഡൗൺസ് ഓൾറെഡി സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിന്റെ സ്ട്രൈക്കറായ ലെബോ മൊത്തിബയെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സൈനിങ് തീർച്ചയായിട്ടും ഷലുലീലിനെ റിപ്ലേസ് ചെയ്യാനുള്ളതാണ്, അതിൽ വലിയ സംശയമൊന്നുമില്ല. ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഫ്രീ ഏജന്റ് ആവാൻ പോകുന്ന ഈ താരത്തിനെ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് സൈൻ ചെയ്യാനാവും. 4ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിലെ വളരെ ഫേമസ് ആയ 2 പേരിൽ ഒരാളാണ്. പണ്ട് മൊണാക്കോയിലും അതുപോലെ ഫുൾഹാമിനും വൂൾഫ്സിനും വേണ്ടി പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുള്ള ഇവാൻ കവലിയറോ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം പോർച്ചുഗൽ ടീമിൽ കളിച്ചിട്ടുള്ള ഈ 31 വയസ്സുകാരന്റെ കരിയർ ഈ അടുത്ത് അത്ര നല്ല സ്റ്റഡി ആയിട്ടല്ല പോകുന്നത്. 2015 100 കോടിയുടെ അടുത്തായിരുന്നു കവലിയറോയുടെ മാർക്കറ്റ് വാല്യൂ. പക്ഷെ ഇപ്പോൾ അത് വെറും 6.4 കോടി രൂപയാണ്. 2024 ഫ്രഞ്ച് ക്ലബായ ലില്ല് വിട്ട കവലിയറോ അവിടെ നിന്ന് നേരെ ബ്രസീലിലേക്ക് പോയി. ബ്രസീലിൽ റെഡ് ബുൾ ബ്രാഗന്റീനോയ്ക്ക് കളിച്ചെങ്കിലും അവിടെ ഒരു സീസൺ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനായില്ല. ജസ്റ്റ് 2 മാസം മുമ്പ് ഈ കഴിഞ്ഞ മാർച്ചിൽ പോളണ്ടിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ സ്റ്റാൽ മിയക്കിൽ കവലിയറോ ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റിൽ കളിച്ചു. അവിടെ കളിച്ച 6 മത്സരങ്ങളിൽ 2 ഗോളും 2 അസിസ്റ്റും നേടിയെങ്കിലും ഇതുവരെ ആ ക്ലബ്ബ് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് നൽകിയിട്ടില്ല. ഇപ്പോൾ ഉള്ള കോൺട്രാക്ട് ആണെങ്കിൽ അടുത്ത മാസം തീരുകയും ചെയ്യും. കവലിയറോയെ സംബന്ധിച്ച് യൂറോപ്പിലെ ഇനിയൊരു ടോപ്പ് ക്ലബിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് 2024 ലില്ല് വിട്ടപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയേനെ. റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും സൈൻ ചെയ്യാൻ പോകാത്തൊരു പ്ലെയർ ആയിരിക്കും കവലിയറോ. പക്ഷെ വെറും 6.4 കോടി രൂപ മാർക്കറ്റ് വാല്യൂല് ഇത്രയും എക്സ്പീരിയൻസും ക്വാളിറ്റിയുമുള്ള അടുത്ത് തന്നെ ഫ്രീ ഏജന്റ് ആവാൻ പോകുന്ന വേറൊരു ഫോർവേഡ് ഈ ലോകത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ നടത്തിയില്ലെങ്കിൽ അതൊരു വലിയ ബ്ലണ്ടർ ആയിരിക്കും. 3ാമത്തെ പ്ലെയർ സ്വീഡൻകാരനായ ജോണത്തൻ ലെവി. ഈ 29 വയസ്സുകാരനായ ഫോർവേഡ് ഇപ്പൊ ഹംഗറിയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ പുസ്കാസ് അക്കാഡമിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. സ്വീഡനിലെ ലോവർ ലീഗിലെ മികച്ച പെർഫോമൻസുകൾക്ക് ശേഷം 2017 ഏകദേശം 6.8 കോടി രൂപ മുടക്കി നോർവേയിലെ വമ്പന്മാരായ റോസൻബർഗ് ലെവിയെ സൈൻ ചെയ്യുന്നത്. അവിടെ 2017 18 അടുപ്പിച്ച് 2 സീസൺ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ചാമ്പ്യനായ ലെവി റോസൻബർഗിനൊപ്പം ആകെ മൊത്തം 4 ട്രോഫികൾ ജയിച്ചിരുന്നു. പിന്നീട് സ്വീഡനിലേക്ക് തിരിച്ചു വന്ന് എൽഫ്സ്ബോർഗിനും നോർകോപ്പിങ്ങിനും കളിച്ച ലെവി 2023 ജനുവരിയിലാണ് ഹംഗറിയിൽ എത്തുന്നത്. പുസ്കാസ് അക്കാഡമിക്ക് വേണ്ടി ഈ കഴിഞ്ഞ 2024-25 സീസണിലാണ് ലെവി തന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ളത്. 38 മത്സരങ്ങളിൽ 11 ഗോളും 9 അസിസ്റ്റും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സെക്കൻഡ് സ്ട്രൈക്കർ, റൈറ്റ് വിങ്ങർ, ലെഫ്റ്റ് വിങ്ങർ എന്നീ പൊസിഷനിലൊക്കെ കളിച്ച് പരിചയസമ്പത്തുള്ള ലെവി ISLലേക്ക് വരികയാണെങ്കിൽ ഇവിടത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 11.2 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ലെവി ഈ ലിസ്റ്റിൽ നമുക്ക് സൈൻ ചെയ്യാൻ ഏറ്റവും പാടുള്ള പ്ലെയർ ആയിരിക്കും. പക്ഷേ ഹംഗേറിയൻ ഫസ്റ്റ് ഡിവിഷനിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാമെന്ന് ദൂഷാൻ ലഗത്തോറിന്റെ ട്രാൻസ്ഫറിലൂടെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയാം ലഗത്തോറും ലെവിയും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ 2 പ്ലേയേഴ്സ് കളിക്കുന്ന ക്ലബ്ബുകളും അവരുടെ ആസ്പിറേഷനും അവരുടെ ലെവലും ഒക്കെ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലെയറിന് പുസ്കാസ് അക്കാഡമിയ ഇതുവരെ ഒരു പുതിയ കോൺട്രാക്ട് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഏതാനും ആഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ലെവിയുടെ കോൺട്രാക്ട് അവസാനിക്കാൻ. ഈ വീഡിയോ എങ്ങനെയെങ്കിലും നമ്മുടെ മാനേജ്മെന്റ് കണ്ട് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ ഒരു നീക്കം നടത്തും എന്നിങ്ങനെ വെറുതെ മനക്കോട്ട കെട്ടാം അല്ലെ. ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ ആണ് ഈ ലിസ്റ്റിലെ അടുത്ത ഫേമസ് താരം. 32 വയസ്സുകാരനായ ജോസഫ് ഡെർമിച്ച്. ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും കക്ഷിയെ മനസ്സിലായിട്ടുണ്ടാവും. ക്രൊയേഷ്യൻ വംശജനായ ഈ സ്വിറ്റ്സർലൻഡ് താരം 2014 2018 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. 2018 വേൾഡ് കപ്പില് കോസ്റ്ററിക്കെതിരെ സ്വിറ്റ്സർലൻഡിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങി ഡെർമിച്ച് ഒരു ഗോൾ അടിച്ചിരുന്നു. ആ ഒരു ഡ്രോയിൽ നിന്നും നേടിയ ഒരു പോയിന്റിലൂടെയാണ് സ്വിറ്റ്സർലൻഡ് ആ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടന്നത്. ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡിലാണ് ഡെർമിച്ച് തന്റെ സീനിയർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2013
2003-ൽ ജർമ്മനിയിലെ ന്യൂറൻബർഗിലൂടെ ബുണ്ടസ്ലീഗയിലെത്തി. ആ സീസണിൽ ന്യൂറൻബർഗ് റെലഗേറ്റ് ആയെങ്കിലും 17 ഗോളുകൾ അടിച്ച ഡെർമിച്ച് ലെവൻഡോവ്സ്കിക്കും മാൻസൂക്കിച്ചിനും പിന്നിൽ ബുണ്ടസ്ലീഗയിലെ 3rd ഹയസ്റ്റ് ഗോൾ സ്കോറർ ആയിട്ട് ഫിനിഷ് ചെയ്തു. പിന്നീട് ലെവർക്യൂസൻ, ബൊറൂഷ്യ മോൺചെൻഗ്ലാഡ്ബാക്ക്, പ്രീമിയർ ലീഗിലെ നോർവിച്ച് സിറ്റി എന്നീ ക്ലബ്ബുകൾക്ക് എല്ലാം കളിച്ചെങ്കിലും ഡെർമിച്ചിന് ആ പഴയ ഫോം കണ്ടെത്താനായില്ല. അതിനൊക്കെ ശേഷം 2021-ൽ ക്രൊയേഷ്യയിലെ റയക്കയിലേക്ക് ഒരു ലോൺ ട്രാൻസ്ഫറിൽ വന്നതിന് ശേഷമാണ് ഡെർമിച്ച് തന്റെ ഫോം വീണ്ടെടുത്തത്. 2021-22 സീസണിൽ 21 ഗോളുകൾ അടിച്ച ഡെർമിച്ച് ക്രൊയേഷ്യൻ ലീഗിലെ 2nd ഹയസ്റ്റ് ഗോൾ സ്കോറർ ആയിരുന്നു. ഈ മികച്ച പെർഫോമൻസുകൾ ക്രൊയേഷ്യയിലെ വമ്പന്മാരായ ഡിനമോ സഗ്രബ് നോട്ടീസ് ചെയ്യുകയും 2022-ൽ അവർ ഡെർമിച്ചിനെ സൈൻ ചെയ്യുകയും ചെയ്തു. സാഗ്രബിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെ കളിച്ച ഡെർമിച്ച് ആകെ മൊത്തം 64 മത്സരങ്ങളിൽ 20 ഗോളുകളും 9 അസിസ്റ്റുകളും ഈ ക്രൊയേഷ്യൻ ക്ലബിനായി നേടി. പക്ഷെ 2024-ൽ സാഗ്രബും ഡെർമിച്ചും തമ്മിൽ പിരിയുകയും അതിനുശേഷം ഈ പ്ലെയർ ഒരു ഫ്രീ ഏജന്റായി തുടരുകയാണ്. ഏകദേശം 1 വർഷം കളിക്കാണ്ടിരുന്നിട്ടും ഡെർമിച്ച് വിരമിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു നല്ല ഓഫറിനായി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയായിരിക്കും. വെറും 2.8 കോടി രൂപ മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ താരം തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്ലെയർ ആണ്. ഇദ്ദേഹത്തെ കൊണ്ടുവരാനായാൽ 1-2 സീസണെങ്കിലും നമുക്ക് നല്ല പെർഫോമൻസുകൾ അദ്ദേഹത്തിന് നൽകാനും കഴിയും. ആൻഡ് ഫൈനലി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ക്വാമെ പെപ്രയെ റിപ്ലേസ് ചെയ്യാൻ സെർജിയോ കാസ്റ്റലിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാവുന്ന നമ്പർ 1 പ്ലെയർ ഇംഗ്ലണ്ടിൽ ജനിച്ച ഗ്രീക്ക് താരമായ അനസ്താസിയോസ് ഡോണിസ്. 28 വയസ്സുള്ള ഡോണിസ് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആണെങ്കിലും ബുണ്ടസ് ലീഗയിലും ഗ്രീസിന്റെ നാഷണൽ ടീമിലും കളിച്ചുള്ള ആ ഒരു പരിചയ സമ്പത്ത് ഈ താരത്തിലുണ്ട്. യുവന്റസിന്റെ അണ്ടർ-19 ലെവലിൽ മികച്ച പെർഫോമൻസുകൾ പുറത്തെടുത്തെങ്കിലും അവരുടെ സീനിയർ ടീമിനെ റെപ്രസെന്റ് ചെയ്യാൻ ഡോണിസിനായില്ല. സ്വിസ് ക്ലബായ ലുഗാനോയിലും പിന്നീട് ഫ്രാൻസിലെ നീസിലും ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചതിന് ശേഷം 2017-ലാണ് സ്റ്റുട്ട്ഗാർട്ടിലൂടെ ഡോണിസ് ബുണ്ടസ് ലീഗയിൽ എത്തുന്നത്. അവിടെ 3 സീസണിൽ 47 മത്സരങ്ങൾ സ്റ്റുട്ട്ഗാർട്ടിന് വേണ്ടി കളിച്ച ഡോണിസ് 7 ഗോളും 5 അസിസ്റ്റും നേടി. പിന്നീട് 2019-നും 2021-നും ഇടയ്ക്കുള്ള ആ ഒരു കോവിഡ് കാലയളവിൽ നിരന്തരമായ പരിക്കുകൾ ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഡച്ച് ക്ലബായ VVV വെൻലോയ്ക്കും ഫ്രാൻസിലെ റെയിംസിനും വേണ്ടി 1 ഗോൾ പോലും ഈ കാലയളവിൽ ഡോണിസിന് അടിക്കാനായില്ല. ഈ ടൈമിൽ മാർക്കറ്റ് വാല്യൂ നല്ലോണം ഇടിഞ്ഞ ഡോണിസ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ 2022-ലാണ് സൈപ്രസിലെ വമ്പന്മാരായ അപ്പോയൽ നിക്കോഷ്യയിലേക്ക് ഒരു ലോൺ ട്രാൻസ്ഫറിൽ ഡോണിസ് വരുന്നത്. ആദ്യ സീസണിൽ 16 ലീഗ് മത്സരങ്ങളിൽ 5 ഗോളും 2 അസിസ്റ്റും നേടിയ ഈ താരത്തിനെ അപ്പോയൽ നിക്കോഷ്യ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്തു. പിന്നീടുള്ള സീസണിൽ ഈ സെയിം ഫോം റിപ്പീറ്റ് ചെയ്യാനായില്ലെങ്കിലും ഈ കഴിഞ്ഞ 2024-25 സീസണിൽ ഡോണിസ് തന്റെ ക്വാളിറ്റി പുറത്തെടുത്തു. യൂറോപ്പ ലീഗ് ക്വാളിഫയറും യൂറോപ്പ കോൺഫറൻസ് ലീഗും ഉൾപ്പെടെ 27 മത്സരങ്ങളിൽ 8 ഗോളുകളും 9 അസിസ്റ്റുമാണ് ഡോണിസ് നേടിയത്. സീസണിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ ഡോണിസ് ഒരു ACL ഇഞ്ചുറി കൊണ്ട് മിസ് ചെയ്തു. ഈ ഒരു പരിക്ക് മൂലം തന്നെ അപ്പോയൽ നിക്കോഷ്യ അദ്ദേഹത്തിന് പുതിയൊരു കോൺട്രാക്ട് നൽകുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഒരു വലിയ പരിക്കിൽ നിന്നും ഭേദപ്പെട്ടു വരുന്ന പ്ലെയർ ആണെങ്കിൽ കൂടി ഈ ഒരു താരത്തിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. വെറും 5.6 കോടി രൂപ മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ താരത്തിനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അറ്റാക്കിന് അതൊരു പുതിയ ഡയമെൻഷൻ നൽകും. അങ്ങനെ ഇതോടുകൂടി ഈ ലിസ്റ്റും പൂർത്തിയായിരിക്കുകയാണ്. ഇനി നിങ്ങൾ പറയൂ, സെർജിയോ കാസ്റ്റലിനെ ശരിക്കും നമ്മൾ സൈൻ ചെയ്യണോ? പിന്നെ ഈ വീഡിയോയുടെ ഉദ്ദേശം സെർജിയോ കാസ്റ്റൽ ഒരു മോശം പ്ലെയർ ആണ്, ഇവിടെ വന്നാൽ രക്ഷപ്പെടില്ല എന്നൊക്കെ ഒരു മുദ്രകുത്തലല്ല. മറിച്ച് ഇങ്ങനെയും ചില ഓപ്ഷൻസ് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പെപ്രയെ റിപ്ലേസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും പ്ലെയറിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യൂ. പോകുന്നതിന് മുമ്പ് +2 റിസൾട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഈ റിസൾട്ടിൽ അത്ര ഹാപ്പി അല്ലാത്ത കുറെ ആൾക്കാരുണ്ടെങ്കിൽ
അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഈ ഒരു എക്സാം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഡിഫൈൻ ഒന്നും ആവാൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുക, പരിശ്രമിക്കുക, പ്രയത്നിക്കുക. ഈ 2 കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടുതൽ തത്വങ്ങൾ പറഞ്ഞ് ഞാൻ ഇനി ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.